പേരക്ക മരത്തിൻ്റെ മുകളിൽ മുനവറുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് പേരക്ക പറിക്കാൻ വേണ്ടി കയറിയതാണ്. മലേഷ്യയിലെ പേരക്ക കാണാത്തവർ കണ്ടോളി. ഇതാണ് മലേഷ്യയിലെ പേരക്ക. അപ്പോൾ നമ്മളിപ്പോൾ മലേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസായ പുത്രജ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ആസിഫാണ്. നമ്മളുടെ കാസർഗോട്ടുകാരായ അബൂബക്കർക്കയും അതുപോലെ തന്നെ യാസിനിക്കയും അവരുടെ കൂടെയാണ് പോകുന്നത്. അവരേകദേശം ഇവിടെ 10-30 വർഷമായി മലേഷ്യയിൽ. ഇവിടുത്തെ എല്ലാ വഴികളും എല്ലാ സ്ഥലങ്ങളും ഏറെക്കുറെ അവർക്ക് പരിചയമുണ്ട്. ഇവിടുത്തെ പാലങ്ങളും റോഡുകളൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കൂടുതലും 6 വരിപ്പാതയാണ് നമുക്ക് കാണാൻ കഴിയുക. നാട്ടിലാകുമ്പോൾ 106 രൂപ കൊടുക്കണം. പിന്നെ ഇവിടെ വണ്ടിക്കൊക്കെ ടാക്സും കുറവല്ലേ. ഒരു വണ്ടി ഇറക്കണമെങ്കിൽ വണ്ടിയുടെ പൈസ പ്രശ്നമൊന്നുമില്ല, ടാക്സ് എല്ലാം ഉണ്ട്. പക്ഷേ ടാക്സ് അധികം മാസം കൊല്ലം ഇറക്കണം ടാക്സും. നമ്മളെ നാട്ടിൽ 15 കൊല്ലത്തേക്ക് 50,000 ഉണ്ട് മുമ്പ്. ഇവിടെ കൊല്ലം ടാക്സ് എടുക്കണം അല്ലേ. ഒഴിവാക്കൊന്നും വേണ്ട. ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ. കൂളിംഗ് ഒട്ടിച്ചാൽ ഈ സ്റ്റിക്കർ ഇവിടെ ഒട്ടിക്കണം. കൂളിംഗ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം അല്ലേ. പി എന്ന് പറഞ്ഞാൽ പഠിക്കും. 2 വർഷത്തിൽ നാട്ടിൽ 6 മാസം ലേണിംഗ്. നമ്മൾ ഈ മനോഹരമായ റോട്ടിലൂടെ ആകാശവും കണ്ടിങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഒരുപാട് മേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി നല്ല ഭംഗിയുണ്ട്. നമ്മളിവിടെയൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ റോഡുകളാണ് കേട്ടോ. നല്ല സൗകര്യമാണ് ഇവിടെ യാത്ര ചെയ്യാൻ. സ്റ്റേഡിയം ഇത് എന്താ ഫുട്ബോൾ സ്റ്റേഡിയം? ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടല്ലേ യാസിനിക്ക? ഇവിടെ 400 ദിവസം ഉണ്ടായിരുന്നിടത്ത് വലിയ രാജ്യമാണ് ഒരു സ്ഥലം. അപ്പൊ ഗന്ദിങ് ഐലൻഡ്, ക്യാമറോൺ ഐലൻഡ്, ഇപ്പോൾ പീനാം ബ്രിഡ്ജ് ഇതെല്ലാം ഉണ്ട്. കുറേ സ്ഥലമുണ്ട്. അതെല്ലാം പോയിട്ട് വരുന്നെങ്കിൽ തന്നെ ഒരാഴ്ചയാവും. ഞാൻ മലേഷ്യയിൽ ഒരു 5 ദിവസത്തിൻ്റെ വിസിറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ യാസിനൊക്കെ നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീരണമെങ്കിൽ 4-5 ദിവസമൊന്നും മതിയാവില്ല. ഒരുപാട് ദിവസങ്ങൾ, ഒരു 100 ദിവസം എടുത്താലും അത്രത്തോളം കാണാനും മലേഷ്യയിലുണ്ടെന്നാണ് യാസിനൊക്കെ നമ്മളോട് പറഞ്ഞത്. അത് തെങ്ങാണ്. തെങ്ങല്ലല്ലോ, പനല്ലേ? മലേഷ്യന്റെ ഫ്ലാഗിന്റെ കൂടെ ഒരു ഫ്ലാഗും കൂടി. എന്താ ഫ്ലാഗ്? ഈ പുത്രരാജന്റെ കൂടെ ഒരു നമ്മളെ സെലാങ്ങൂറിന്റെ കൂടിയല്ലേ വരുന്നത്, മഞ്ഞത് വരുന്നത്. സ്റ്റേറ്റിന്റെ കൂടെ കൊടിയുണ്ട്. ഒരു സ്റ്റേറ്റിന്റെ കൊടിയാവും അല്ലേ? അടി ആടെ വെക്ക്. അല്ലല്ല, നമ്മള് സാധാരണ അടിച്ചോട് പോണ്ടല്ലോ. നമ്മളിപ്പോൾ ഏകദേശം പുത്രജയിൽ എത്താനായിട്ടുണ്ട്.
ഇവിടെ സൈഡിലൊരു കപ്പലിൻ്റെ ആകൃതിയിലുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. നല്ല മനോഹരമായൊരു ബിൽഡിങ്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാലം മുറിച്ച് കിടക്കാനുണ്ട്, മനോഹരമായൊരു പാലം. പാലെടുക്കേണ്ടത് രാത്രിയാണ്. ഇതെല്ലാം രാത്രി തന്നെ ലൈറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ? ലൈറ്റ് കളർ ലൈറ്റ്. പള്ളിയെത്തി, ഇപ്പൊ പള്ളിയെത്തി. അതാ പള്ളി. ഏത് ആ നേരെ കാണണോ? ഓ, പ്രധാനപ്പെട്ട ഒരു സിറ്റി ആണല്ലേ പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഉത്രജ. അറങ്ങളും കാര്യങ്ങളും. പിന്നെ പള്ളിയിൽ തന്നെ മന്ത്രിയുടെ അടുത്തെല്ലാം നമുക്ക് നിസ്കരിക്കാം കേട്ടോ. എത്തിക്കഴിഞ്ഞാൽ മന്ത്രി, പ്രധാനമന്ത്രി എല്ലാരും നിസ്കരിക്കാണ്ടാവും. എല്ലാവരും ഒരുപോലെ കൈ കൊടുക്കുക, അടുത്ത് നിൽക്കുക. പ്രധാനമന്ത്രിക്കൊക്കെ അല്ലേ? മലേഷ്യൻ പാർലമെൻറ്റ് മന്ദിരമാണ് നമ്മളിപ്പോൾ ദൂരെ കാണുന്നത്. നല്ല മനോഹരമായൊരു ടൗൺഷിപ്പാണ് ഇട്ടത്. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. വലിയ ബസ്സിലെ ഞാൻ പറഞ്ഞു ഞാനിത് കണ്ടിട്ട് മറ്റേ ട്രെയിനാണ് എൻ്റെ ജയിലടച്ച് പോയി ഇങ്ങോട്ടേക്ക്. ട്രെയിനൊക്കെ വലിയ ഞാനൊരു ട്രെയിനാണ് വിചാരിച്ചു. എനിക്ക് കഴിക്കുന്നത് ജയിലടച്ച് പോയത് ട്രെയിൻ, റെയിലൊന്നും കാണുന്നില്ല. അതിൽ നമുക്ക് കയറാം. സംഭവം ട്രെയിൻ തന്നെ മിനി ട്രെയിന്. ടയറെല്ലാം മറച്ചില്ല, വലിയ ടയറായിട്ട് ടയർ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് മലേഷ്യൻ പാർലമെൻറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് പുത്രജയ മസ്ജിദ്. വളരെ മനോഹരമായ കാഴ്ചയാണിത് കേട്ടോ. ഈ മസ്ജിദിൻ്റെ കുബ്ബ ഒരു പിങ്ക് കളറാണ്. ഇത് പ്രസിദ്ധമായ മലേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ സ്ഥലം. വളരെ മനോഹരമായൊരു മസ്ജിദാണത്. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ മലേഷ്യയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമാണ് പുത്രജയ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ ബിൽഡിങ്ങുകളുമൊക്കെ വളരെ മനോഹരമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു തടാകമുണ്ട്. ഇതാണ് തടാകം. ഇതൊക്കെ ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ്. ഏകദേശം ഈ പുത്രജയ എന്ന് പറയുന്നൊരു സ്ഥലം ഒരു കാലത്ത് കാട് പിടിച്ച് കടന്ന സ്ഥലമായിരുന്നു. ഇത് പിന്നെ മലേഷ്യയുടെ തലസ്ഥാന നഗരമായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ മാറ്റുകയാണ്. മലേഷ്യക്ക് 2 തലസ്ഥാനമുണ്ട്, ഒന്ന് ക്വാലാലംപൂരും മറ്റൊന്ന് പുത്രജയയും. ഏകദേശം $8.1 ബില്യൺ കൊടുത്തിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഈ ടൗൺഷിപ്പ് ഇവിടെ നിർമ്മിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, $8.1 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ മണി ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ ഭീമമായ സംഖ്യയാണ്. ഈ ഒരു കാട് മുഴുവൻ മാറ്റി ഒരു ടൗൺഷിപ്പാക്കി വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ മലേഷ്യ സർക്കാർ. ഇതിൻ്റെ നേരെ താഴെ തടാകത്തിലൊരു ബോട്ട് സർവീസൊക്കെ ഉണ്ട്. നല്ല മനോഹരമായൊരു കാഴ്ചയാണിതൊക്കെ. നമ്മൾ ആസിഫും ബക്കർച്ചയും യാസീനിച്ചയും ഒക്കെ ഇവിടെ ഉണ്ട്. കാസർകോട്ടുകാർ നമ്മൾ ഇക്കാന്ന് വിളിക്കുന്നതിന് പകരം ഇച്ചാന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിച്ചത്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. കാരണം അവരുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് ഈ പാർലമെൻറ്റൊക്കെ കാണിച്ചു തരാൻ വേണ്ടി, ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി അവരുടെ എല്ലാ തിരക്കും മാറ്റി വെച്ച് എൻ്റെ കൂടെ വന്ന അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ കാണുന്ന മിനാരം ഏകദേശം 116 മീറ്റർ ഉയരമുണ്ട്, 380 അടി ഉയരം. ലോകത്തിലെ തന്നെ ഉയരങ്ങളിൽ 6ാം സ്ഥാനമുള്ളൊരു മിനാരമാണ് ഈ പള്ളിയുടെ മിനാരം.
അത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്കതിൻ്റെ ഉയരം മനസ്സിലാവില്ല. നല്ല ഉയരമുണ്ട് ഇതിൻ്റെ ചുറ്റുഭാഗമൊക്കെ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ചെടിയും, അവിടെ മലേഷ്യയുടെ ഒരു ഫ്ലാഗൊക്കെ ഉണ്ട്. ഒരുപാട് മലേഷ്യയിലുള്ള സംസ്ഥാനങ്ങളുടെ ഒക്കെ ഫ്ലാഗുകൾ അവിടെ ഉണ്ട്. മൊത്തം 13 സംസ്ഥാനങ്ങളാണ് മലേഷ്യയിലുള്ളത്. അതിൻ്റെയൊക്കെ ഫ്ലാഗുകൾ നമുക്കിവിടെ കാണാം. നമ്മൾ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ പെട്ടെന്ന് കുറേ പോലീസ് വാഹനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്നത് കൊണ്ടായിരിക്കും ഒരുപാട് പോലീസ് വാഹനങ്ങളുണ്ട്. JPJ ഇങ്ങോട്ടല്ല വന്നിട്ടില്ലേ? അറിയില്ല എന്താ ഉദ്ദേശം. JPJ ആരും കാര്യപ്പെട്ട ആളുണ്ടോ? JPJ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതാണ് നമ്മുടെ നാട്ടിലെ RTO ഇല്ലേ? RTO ഉണ്ട്. ഉത്രജയ മസ്ജിദിലും അതുപോലെ തന്നെ ഇവിടുത്തെ പാർലമെൻറ്റിലൊക്കെ ഇപ്പോൾ ലൈറ്റ് തെളിച്ചിട്ടുണ്ട്. ഏകദേശം സമയം 7:27 നാട്ടിലെ 4:57. ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. നമ്മൾ പള്ളിയുടെ അടിയിലത്തെ നിലയിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെയാണ് വുളു എടുക്കാനൊക്കെയുള്ള സൗകര്യം. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ വെച്ചിട്ടാണ് നിസ്കാരം നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലേക്കൊരു നിലയും കൂടിയുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട തടാകത്തിലേക്കൊക്കെയുള്ള വഴിയുള്ളത്. വിശാലമായ വുളു ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഒരുപാട് പൈപ്പുകളുണ്ട്. Okay, thanks. What about you? Yemen? India. India. Which part? South India. It's So you're Kerala. Tamil? Kerala. So you're Telugu? No, Kerala. Malayali. Okay, brother. Alright. Yes. You live in Dubai or something? Dubai. I first time we came in Malaysia. Okay. Where do you live? India? 4 days. 4 days. Alone? Yeah. But my friend here. Your friend is here? Yeah. Okay. So do you like Malaysia or no? Yes. Good, right? Yeah, okay. Good. Million Telugu. So Kerala? Kerala. I wanna You go know there. Kerala? Of course. Yeah. I want to go there, bro. Kerala. Inshallah, very soon. Yes. I'm Pathan, by the way. Patan. I'm Khan. Khan. Shehbaz Khan. Shehbaz Khan. Okay. Thank you. My brother at Putrajaya Mosque praying Maghrib. Then at the back you see there, that's the parliament of Malaysia. Yeah, see? Yeah. So That's the parliament. Yeah. നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ ഇങ്ങനെ പോകുമ്പോൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. ഇദ്ദേഹം
പഞ്ചാബുകാരനാണ്, പക്ഷേ ഇന്ത്യക്കാരനല്ല. ഇദ്ദേഹത്തിൻ്റെ രാജ്യം പാകിസ്ഥാനാണ്. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستحسن عبادتك اللهم اختم لنا بحسن الخاتمة ولا تختم علينا يا الله بسوء الخاتمة اللهم ارزقنا قولا وفعلا وعبادة وعملا صالحا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا وسلام على المرسلين والحمد لله رب العالمين. ഈ പള്ളിയുടെ ഉൾഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരു വട്ടമെങ്കിലും വന്ന് കാണണം. ഇതിൻ്റെ കുബ്ബകളും അതുപോലെ തന്നെ ഇതിൻ്റെ ചുമരുകളും ഇതിൻ്റെ ലൈറ്റുകളുമൊക്കെ അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുമുണ്ട്. നിങ്ങൾ മലേഷ്യയിൽ പുത്രജയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ പരമാവധി രാത്രി എത്തുന്ന രൂപത്തിൽ വരാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധ്യമാവുകയുള്ളൂ. നമ്മൾ നേരത്തെ വന്ന പാലമാണിത്. പുഴയുടെ രണ്ട് സൈഡുകളിലും വളരെ മനോഹരമായ രൂപത്തിൽ അലങ്കാര വിളക്കുകളൊക്കെ സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. പാലം വളരെ ഭംഗിയായിട്ട് അതിലെ ലൈറ്റുകളൊക്കെ അലങ്കരിച്ചപ്പോൾ, ലൈറ്റുകളൊക്കെ പ്രകാശിച്ചപ്പോൾ വളരെ മനോഹരമായ നിലക്ക് നമുക്കതിനെ കാണാം. അതുപോലെ തന്നെ മലേഷ്യയിലെ പാർലമെൻറ്റ് കെട്ടിടമാണിത്. രാത്രിയിൽ അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും മനോഹരമായ രൂപത്തിൽ അതിൻ്റെ വിളക്കുകളൊക്കെ പ്രകാശിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ് കേട്ടോ. അബൂബക്കർച്ചയോടും യാസീനിച്ചയോടും ആസിഫിനോടുമൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. നിങ്ങളാ വഴിക്കാ പോണ? അങ്ങനെയാണ്. അതിൽക്കൂടി പോകണമെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. എന്നാൽ പിന്നെ എനിക്ക് അവിടുന്ന് 2 കിലോമീറ്ററിലുള്ളൂ. ജലാഹം കസ്തൂരി. അപ്പോൾ നമ്മൾ പുത്രജയയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരാണ് കേട്ടോ. ഞാൻ കൊലാലംപൂർ സിറ്റിയിൽ ഇറങ്ങും. അതായത് ടിൻ ടവേഴ്സിൻ്റെ മുമ്പിൽ ഇവരുടെ സ്ഥലത്തേക്ക് പോകും. അപ്പം ടിൻ ടവേഴ്സിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ്.